വെൽക്കം ബാക്ക് കാർ ഫാക്ടറി ഫ്രണ്ട്സ്. ലോക സിനിമയുടെ ആരംഭം മുതൽ ഇന്ന് വരെ വാഹനങ്ങൾ സിനിമകളിൽ പല രീതിയിലുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കാറുകളും ബൈക്കുകളും ഭീമൻ ട്രക്കുകളും വിമാനങ്ങളും ട്രെയിനുകളും കപ്പലുകളും വരെ കേന്ദ്രീകരിച്ച് സിനിമകൾ ലോകത്തെല്ലായിടത്തും പല കാലങ്ങളിലായി പല ഭാഷകളിലായി ഇറങ്ങിയിട്ടുണ്ട്. അതിൽ മിക്കതും എക്കാലത്തെയും ഹിറ്റ് ചിത്രങ്ങളാണ്. കുട്ടികൾ മുതൽ ഏത് പ്രായക്കാരെയും കാണാൻ പ്രേരിപ്പിക്കുന്ന ഈ സിനിമകളിലൊക്കെ വാഹനങ്ങൾ ഒരു പ്രധാന കഥാപാത്രമായി പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും ത്രസിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സിനിമകളിൽ കേന്ദ്ര കഥാപാത്രമായെത്തിയ ചില വാഹനങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിൽ പ്രത്യേക സ്ഥാനമാണ് നേടിയത്. ലോകം മുഴുവനുമുള്ള സിനിമാസ്വാദകരെയും വാഹനപ്രേമികളെയും പൊട്ടിച്ചിരിപ്പിച്ച മിസ്റ്റർ ബീനിന്റെ കുഞ്ഞൻ കാറും പ്രേക്ഷകരെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തിയ ഡ്യുവൽ എന്ന ഇംഗ്ലീഷ് സിനിമയിലെ സൈക്കോ ട്രക്കും ത്രസിപ്പിച്ച ചേസിംഗ് സീനുകളിലൂടെ പ്രേക്ഷകരെ ആവേശം കൊള്ളിച്ച ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ കാറുകളും ലോകത്തെ കരയിപ്പിച്ച ടൈറ്റാനിക്കും അങ്ങനെ എണ്ണിയാൽ തീരാത്ത വാഹനങ്ങൾ സിനിമകൾക്ക് ജീവൻ നൽകിയിട്ടുണ്ട്. അവയിൽ പല സിനിമകളും പ്രേക്ഷകർ എന്നെന്നും ഓർക്കാൻ കാരണം തന്നെ ഈ വാഹനങ്ങളാണ്. എന്നാൽ കാർ ഫാക്ടറിയുടെ ഈ വീഡിയോയിലൂടെ സംസാരിക്കുന്നത് മലയാള സിനിമയിൽ നായകനൊപ്പം സ്ക്രീനിൽ തിളങ്ങിയ ചില കാറുകളെ കുറിച്ചാണ്. മലയാളത്തിൽ ചില സിനിമകളും അവയിലെ കഥാപാത്രങ്ങളെയും പോലെ തന്നെ നമുക്ക് മറക്കാൻ കഴിയാത്തവയാണ് ആ ചിത്രങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില വാഹനങ്ങൾ. നായകന്റെ സന്തത സഹചാരിയായിട്ടുള്ള വാഹനങ്ങൾ എന്നും പ്രേക്ഷകന്റെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. വെറുതെ സ്ക്രീനിൽ കാണിക്കുകയെന്നതിനുമപ്പുറം പല സിനിമകളുടെയും തിരക്കഥയിൽ പോലും ഇത്തരം വാഹനങ്ങളെക്കുറിച്ച് വ്യക്തമായി പരാമർശിക്കാറുണ്ട്. അപ്പോൾ മലയാളത്തിൽ അഭിനയിച്ച വണ്ടികൾ ഏതൊക്കെയെന്ന് നോക്കാം. മഹീന്ദ്ര മേജർ ജീപ്പ്. എക്കാലത്തെയും മലയാളികളുടെ പ്രിയപ്പെട്ട ചിത്രങ്ങളിലൊന്നാണ് മോഹൻലാൽ നായകനായ നരസിംഹം. 2000-ൽ പുറത്തിറങ്ങിയ ചിത്രം അക്കാലത്ത് ഏറ്റവും കൂടുതൽ കളക്ഷൻ സ്വന്തമാക്കിയ സിനിമ കൂടിയായിരുന്നു. മീശ പിരിച്ചുകാട്ടി മഹീന്ദ്രയുടെ ചുവന്ന മേജർ ജീപ്പിൽ കറങ്ങിയ ഇന്ദുചൂടൻ അന്ന് ആരാധകരുടെ അഹരമായിരുന്നു. അന്ന് മലയാളികളുടെ മനസ്സിൽ ഇന്ദുചൂടനൊപ്പം ആ ചുവന്ന ജീപ്പും സ്ഥാനം പിടിച്ചു. മോഹൻലാലിന്റെ നാട്ടുരാജാവ് എന്ന സിനിമയിലും ഈ ജീപ്പ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളായ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ ഒരു ജീപ്പ് മോഡലാണ് മേജർ ജീപ്പ്. ഇന്ത്യയിൽ വില്ലീസ് ജീപ്പിന്റെ വാഹനങ്ങളുടെ അസംബ്ലിയിലൂടെയാണ് മഹീന്ദ്ര തുടക്കം കുറിച്ചത്. അതിനുശേഷം വില്ലീസ് മാതൃകയിൽ തന്നെ തങ്ങളുടെ ആദ്യ മോഡൽ CJ3A യൂട്ടിലിറ്റി വാഹനം മഹീന്ദ്ര പുറത്തിറക്കി. പൊതുവെ മഹീന്ദ്ര ജീപ്പ് എന്നറിയപ്പെടുന്ന ഈ സീരീസ് CJ3Aയിൽ നിന്ന് ആരംഭിച്ച് ഇപ്പോൾ താറിൽ വരെ എത്തി നിൽക്കുകയാണ്. അതിനിടയിൽ മഹീന്ദ്ര പല പേരുകളിലുമായി കുറെ മോഡൽ ജീപ്പുകൾ പുറത്തിറക്കി. 2000-ലാണ് മഹീന്ദ്ര മേജറിനെ അവതരിപ്പിക്കുന്നത്. മേജർ ജീപ്പിന്റെ പിറവിയോടെ വാഹനരംഗത്ത് ഒരു പുതുയുഗം തന്നെ പിറന്നു. സാധാരണ മനുഷ്യന്റെ കുടുംബ വാഹനത്തിനൊപ്പം ഒരു ഓഫ് റോഡ് പടക്കുതിര കൂടിയായിരുന്നു മേജർ. രാജ്യത്തിന്റെ മലയോര പ്രദേശങ്ങളിലും ഗ്രാമങ്ങളിലും മേജർ ഇന്നും തലയെടുപ്പോടെ ആളുകളെയും സാധന സാമഗ്രികളും വഹിച്ചുകൊണ്ട് കുന്നും മലയും അനായാസം കയറിയിറങ്ങുന്നു. CJ പ്ലാറ്റ്ഫോമിൽ പിറവിയെടുത്ത അവസാന മോഡൽ കൂടിയാണ് മഹീന്ദ്ര മേജർ. അടുത്തതായി ഡോഡ്ജ് കിങ്സ്വേ. മലയാള സിനിമാ പ്രേക്ഷകരുടെ ഇഷ്ട സിനിമകളിൽ ആദ്യ സ്ഥാനത്താണ് ജോണി ആന്റണി സംവിധാനം ചെയ്ത 2003-ൽ പുറത്തിറങ്ങിയ ദിലീപ് ചിത്രം CID മൂസ. പ്രായവ്യത്യാസങ്ങളില്ലാതെ എല്ലാവരെയും ഒരേപോലെ പൊട്ടിച്ചിരിപ്പിച്ച ചിത്രം ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതാണ്. പ്രേക്ഷകരുടെ മികച്ച പ്രതികരണങ്ങൾ നേടി ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിക്കുകയും വമ്പൻ കളക്ഷൻ നേടുകയും ചെയ്ത ചിത്രം 100-ലധികം ദിവസങ്ങളാണ് തിയേറ്ററുകളിൽ നിറഞ്ഞു നിന്നത്. ഈ സിനിമയിൽ ക്ലൈമാക്സ് രംഗങ്ങളിലെത്തുന്ന മൂസ കാറുമൊക്കെ പ്രേക്ഷകർ കൗതുകത്തോടെയാണ് ആസ്വദിച്ചത്. നിറയെ പ്രത്യേകതകളുള്ള മൂസ കാർ അന്ന് തന്നെ ഏവരുടെയും ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. സിനിമ ഹിറ്റായതോടെ ആ മൂസ കാറും ഹിറ്റായി മാറി. സിനിമയും കാറും ഹിറ്റായതോടെ പിന്നീട് കാർ പുറത്തിറക്കാൻ കഴിയാത്ത അവസ്ഥയിലായി. അത്രയ്ക്ക് ആരാധകരാണ് ഒരൊറ്റ സിനിമയിലൂടെ ഈ കാർ നേടിയത്. ഡോഡ്ജിന്റെ 1940-ൽ ഇറങ്ങിയ കിങ്സ്വേ എന്ന സലൂൺ കാറാണ് CID മൂസയിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടപാത്രമായി മാറിയത്. 3572 cc ഡിസ്പ്ലേസ്മെന്റ് ഉള്ള സ്ട്രെയിറ്റ് 6 സിലിണ്ടർ പെട്രോൾ എഞ്ചിനായിരുന്നു ഈ വാഹനത്തിന് കരുത്ത് നൽകിയിരുന്നത്. 3 സ്പീഡ് ട്രാൻസ്മിഷനിൽ ഇറങ്ങിയിരുന്ന ഈ വാഹനത്തിന് മണിക്കൂറിൽ 123 കിലോമീറ്റർ ആയിരുന്നു ടോപ്പ് സ്പീഡ്. നെക്സ്റ്റ് ടാറ്റ നാനോ. 2019-ൽ ഇറങ്ങിയ ഗൗതമന്റെ രഥം എന്ന സിനിമയിൽ മുഴുനീള കഥാപാത്രമായി ടാറ്റയുടെ നാനോ പ്രേക്ഷക മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ തന്നെ ഒരു സീനിൽ നാനോയുടെ ഇന്ത്യൻ വിപണിയിലേക്കുള്ള അരങ്ങേറ്റത്തിന്റെ രസകരമായ കഥ പ്രതിപാദിക്കുന്നുണ്ട്. വിലയിലും രൂപത്തിലും ഇന്ത്യൻ വാഹന വിപണിയിൽ വിപ്ലവം സൃഷ്ടിച്ച ചെറുകാറായിരുന്നു ടാറ്റ നാനോ. രത്തൻ ടാറ്റയുടെ സ്വപ്ന പദ്ധതിയായ നാനോ 2008-ലാണ് അവതരിപ്പിച്ചത്. 1 ലക്ഷം രൂപയോ അതിന് താഴെയോ മാത്രം വിലയുള്ള കാർ എന്ന പരസ്യവുമായി വിപണിയിലെത്തിയ ഈ കാർ വൻതോതിലുള്ള ആഗോള ശ്രദ്ധ നേടുകയും ചെയ്തു. നാനോ അവതരിപ്പിച്ച് ഏകദേശം ഒരു പതിറ്റാണ്ട് ആകുമ്പോഴാണ് മോശം പ്രകടനത്തെ തുടർന്ന് ആഭ്യന്തര വിപണികളിൽ നിന്നും പിൻവലിക്കുന്നത്. ടാറ്റയുടെ സെഗ്മെന്റിൽ ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച കാറും ഏറ്റവും വിലക്കുറവുള്ള കാറും നാനോയാണ്. ഇനി അടുത്തത് മിത്സുബിഷി പജീറോ ബ്ലാക്ക് ബീസ്റ്റ്.
മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ 2017 ഇറങ്ങിയ ഗ്രേറ്റ് ഫാദർ സിനിമ കണ്ടവർ മറക്കാത്ത ഒരു SUV-യാണ് ബ്ലാക്ക് ബീസ്റ്റ്. മമ്മൂട്ടി സ്റ്റൈലിഷ് ലുക്കിലെത്തിയ ഈ സിനിമയിൽ മിത്സുബിഷിയുടെ പജീറോയാണ് ബ്ലാക്ക് ബീസ്റ്റ് എന്ന പേരിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മമ്മൂട്ടി കാർ സ്റ്റണ്ട് ചെയ്യുന്ന രംഗങ്ങളിലൊക്കെ കൂട്ടിയവനായിരുന്നു. ഈ പജീറോയെ മോഡിഫൈഡ് ചെയ്താണ് കറുപ്പിന്റെ വശ്യതയിൽ കുളിച്ചു നിൽക്കുന്ന ബ്ലാക്ക് ബീസ്റ്റ് ആക്കി മാറ്റിയത്. ഗ്രേറ്റ് ഫാദറിൽ ഉപയോഗിച്ചിരുന്ന പജീറോയ്ക്ക് ആ രൂപം നൽകാൻ ഏകദേശം 20 ദിവസങ്ങളെടുത്തു. ചിത്രത്തിനായി ഓഗസ്റ്റ് ഫിലിംസ് ജാർഖണ്ഡിൽ നിന്ന് പജീറോ വാങ്ങുമ്പോൾ ഗോൾഡൻ കളറായിരുന്നു. ഇതിനു ബ്ലാക്ക് മാറ്റ് റാപ്പ് നൽകി. കൂടാതെ സ്നോർക്കലും മാക്സിസിന്റെ ബിഗ് ഹോൺ 764 ടയറും ഹെല്ലയുടെ 8 ഫോഗ് ലാമ്പുകളും നൽകി. ഏകദേശം 1.5 ലക്ഷം രൂപയാണ് മോഡിഫൈ ചെയ്യാൻ ഈ വണ്ടിക്ക് ചെലവായത്. ഗ്രേറ്റ് ഫാദറിൽ ലെക്സസിന്റെ ഒരു വൈറ്റ് കളറിലുള്ള SUV-യും ഇടം പിടിച്ചിട്ടുണ്ട്. അടുത്തത് ലാൻഡ് മാസ്റ്റർ അംബാസഡർ. പൃഥ്വിരാജ് സംവിധായകന്റെ വേഷത്തിലും മോഹൻലാൽ നായകന്റെ വേഷത്തിലും എത്തിയ മലയാളത്തിലെ പണം വാരി ചിത്രങ്ങളിലൊന്നാണ് ലൂസിഫർ. ഈ ചിത്രത്തിൽ ലാലേട്ടന് കൂട്ടായി എത്തുന്നത് കറുത്ത നിറമുള്ള അംബാസഡർ ലാൻഡ് മാസ്റ്റർ കാറാണ്. ഡെവിൾസ് നമ്പർ എന്ന് വിശേഷിപ്പിക്കുന്ന 666 ആണ് വാഹനത്തിന്റെ നമ്പർ. ഇതിനു മുമ്പും മോഹൻലാൽ ചിത്രങ്ങളിൽ അംബാസിഡറുകൾ താരമായിട്ടുണ്ട്. മാടമ്പിയിലെ ലാലേട്ടന്റെ വാഹനവും കറുത്ത അംബാസിഡർ ആയിരുന്നു. ഉൽപാദനം നിർത്തിയെങ്കിലും ഇന്നും ജനപ്രീതിയിൽ ഏറെ മുന്നിലാണ് ഈ കാർ. ഏകദേശം 6 പതിറ്റാണ്ടോളം, കൃത്യമായി പറഞ്ഞാൽ 56 വർഷം ഇന്ത്യൻ നിരത്തുകൾ അടക്കി വാണതിനു ശേഷമാണ് അംബാസിഡർ വിടവാങ്ങിയത്. അടുത്ത വണ്ടി കോണ്ടസ. സ്റ്റൈൽ എന്ന സിനിമയിൽ നായകനേക്കാൾ സ്കോർ ചെയ്ത കഥാപാത്രമാണ് ടോവിനോ അഭിനയിച്ച വില്ലൻ ക്യാരക്ടർ എഡ്ഗർ. ഈ സിനിമയിൽ ടോവിനോ ഉപയോഗിക്കുന്ന വണ്ടിയാണ് കോണ്ടസ. അബ്രഹാമിന്റെ സന്തതികൾ സിനിമയിലും കോണ്ടസ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അംബാസിഡറും പ്രീമിയർ പത്മിനിയും ഉൾപ്പെടെ ചുരുക്കം ചില കാറുകൾ മാത്രമുണ്ടായിരുന്ന ഇന്ത്യൻ നിരത്തിലെ ആദ്യ ലക്ഷറി കാറുകളിലൊന്നായിരുന്നു കോണ്ടസ. ഹിന്ദുസ്ഥാൻ മോട്ടേഴ്സ് 1984-ലാണ് കോണ്ടസ പുറത്തിറക്കുന്നത്. ലക്ഷറി കാറുകൾ അധികമില്ലാതിരുന്ന കാലത്ത് ഈ വാഹനം ആഡംബരത്തിന് പുതിയ മാനങ്ങൾ നൽകി. തുടക്കത്തിൽ 50 bhp പവറുള്ള 1.5 ലിറ്റർ എഞ്ചിനായിരുന്നു കാറിന് പവർ നൽകിയിരുന്നത്. 4 സ്പീഡ് ഗിയർ ബോക്സുള്ള കാറിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 125 കിലോമീറ്ററും. ഏകദേശം 83,500 രൂപയായിരുന്നു പുറത്തിറങ്ങിയ കാലത്ത് ഈ ലക്ഷറി മസിൽ കാറിന്റെ വില. അടുത്തതായി ഷവർലെ കാപ്രിസ്. കേരളം കണ്ട ഏറ്റവും കുപ്രസിദ്ധനായ പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിന്റെ കഥ പറയുന്ന കുറുപ്പ് എന്ന ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ട കാറും സിനിമാ വാഹന പ്രേമികൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഗൾഫ് പശ്ചാത്തലത്തിൽ സിനിമയിൽ കാണിക്കുന്ന ഈ കാർ അമേരിക്കൻ ക്ലാസിക് കാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന 1964 മുതൽ 1996 വരെ ജനറൽ മോട്ടോഴ്സ് നിർമ്മിച്ച ഷവർലെ കാപ്രിസ് എന്ന കാറിന്റെ 3rd ജനറേഷൻ മോഡലാണ്. ഷവർലെയുടെ ജനപ്രിയ മോഡലുകളിലൊന്നായിരുന്നു കാപ്രിസ്. 170 bhp പവർ ജനറേറ്റ് ചെയ്യുന്ന 5.0 ലിറ്റർ V8 എഞ്ചിനും 140 bhp പവർ ജനറേറ്റ് ചെയ്യുന്ന 4.0 ലിറ്റർ V6 എഞ്ചിനുകളുമാണ് ഈ തലമുറയുടെ വിവിധ മോഡലുകളിൽ ഉപയോഗിക്കുന്നത്. $10,995 മുതൽ $14,245 വരെയായിരുന്നു കാറിന്റെ വില. കാറുകളെ കൂടാതെ മറ്റു പല വാഹനങ്ങളും മലയാള സിനിമയിൽ നിറഞ്ഞു നിന്നിരുന്നു. അവയൊക്കെയും പ്രേക്ഷകരുടെ ഓർമ്മകളിൽ മായാതെ നിൽക്കുന്നുണ്ട്. സ്ഫടികത്തിലെ ചെകുത്താൻ ലോറിയും പുലിമുരുകനിലെ മയിൽ വാഹനവും വരവേൽപ്പിലെ ഗൾഫ് മോട്ടോഴ്സും ഓർഡിനറിയിലെ ആനവണ്ടിയും നായകനൊപ്പം സിനിമയിൽ സ്ഥാനം നേടിയിട്ടുണ്ട്. അതിൽ തന്നെ ഒരുപാട് ചിരിപ്പിച്ച താമരാക്ഷൻ പിള്ള ബസ്സും പെടും. കൂടാതെ നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമിയിലെ ബുള്ളറ്റും, ഓട്ടോ, കൊച്ചിരാജാവ് എന്നിവയിൽ ഓട്ടോറിക്ഷയും, മിഥുനത്തിലെ ദാക്ഷായണി ബിസ്ക്കറ്റ്, മാറ്റഡോർ വാനും അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ സിനിമയിൽ വന്നുപോയിട്ടുമുണ്ട്. ഈ വാഹനങ്ങളൊക്കെയും സിനിമയിലെ നായകരെ പോലെ ജീവൻ തുടിക്കുന്ന കഥാപാത്രങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വാഹനങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നതും. സിനിമയ്ക്ക് ഒരു ഓളം സൃഷ്ടിക്കാൻ ഈ വണ്ടികൾക്കൊക്കെ സാധിച്ചിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. മലയാള സിനിമയിലെ വണ്ടികളെ പ്രതിപാദിക്കുന്ന ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിൽ പെടാത്ത വാഹനങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്താൻ തീർച്ചയായും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺ ഓട്ടോമൊബൈൽ അപ്ഡേറ്റ്സ്.